കേരളത്തിന്റെ പോരാട്ടത്തിന് മുന്നിൽ കേന്ദ്രം തോറ്റത് ഇങ്ങനെയാണ്. അർഹതപ്പെട്ട തുക കേന്ദ്രം തരുന്നില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ കേരളം സുപ്രീം കോടതി പോയത്. കേരള സുപ്രീം കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ഇവയാണ്. വൈദ്യുത മേഖലയ്ക്കുള്ള പ്രത്യേക ധനസഹായത്തിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിബന്ധനകളെല്ലാം കേരളം പാലിച്ചു. അതുകൊണ്ട് തന്നെ 4866 കോടി രൂപയ്ക്ക് കേരളത്തിന് അർഹതയുണ്ട്. ബാക്കിയെല്ലാ സംസ്ഥാനത്തിന് അത് കിട്ടി. 2017 മുതൽ ട്രഷറി അക്കൗണ്ടും അതിൽ വരുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വർധനയും സംസ്ഥാനത്തിൻ്റെ വായ്പയുമായി തട്ടിക്കൂട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ട്രഷറി സേവിങ്സിൽ ജനങ്ങളുടെ ഡെപ്പോസിറ്റ് തുക മാത്രമല്ല, സെക്യൂരിറ്റി ലഭിക്കുന്ന തുക, ജീവനക്കാരുടെ PF പണം തുടങ്ങിയെല്ലാം ഉൾപ്പെടും. കേന്ദ്രം ഇങ്ങനെ നിയമം മാറ്റിയതുകൊണ്ട് തന്നെ കേരളം പണ്ടത്തെ പോലെ പബ്ലിക് അക്കൗണ്ട് വഴി വിഭവ സമാഹരണം നടത്തുന്നില്ല. AGയുടെ ഓഡിറ്റ് കഴിഞ്ഞ് സർക്കാരിന് അധികമായി ലഭിക്കേണ്ട 4323 കോടി രൂപയുടെ വായ്പ കേരളത്തിന് അർഹതയുണ്ട്. 3% വായ്പ എടുക്കാനുള്ള അവകാശം. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് കൂട്ടൽ ഉപയോഗിച്ച് സംസ്ഥാന GDPയും യഥാർത്ഥ GDP തുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1877 കോടി രൂപ കൂടി കേരളത്തിന് ലഭ്യമാകാനുള്ള അവകാശമുണ്ട്. കിഫ്ബിയും മറ്റും എടുത്ത വായ്പ നമ്മുടെ വായ്പയിൽ വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വായ്പ തിരിച്ചടവ് തുകയുടെ കണക്കിൽ കിഫ്ബി വായ്പ തിരിച്ചടവ് കൂടി കണക്കാക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ മര്യാദ. അപ്പോൾ ഈ ഇനത്തിൽ കേരളത്തിന് 2543 കോടി രൂപ കൂടി വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ആകെ മൊത്തം 13609 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വായ്പ എടുക്കാൻ ഈ സാമ്പത്തിക വർഷം കേരളത്തിന് അവകാശമുണ്ട്. അവസാനം അത് സമ്മതിക്കാതെ നിവർത്തിയില്ല എന്ന അവസ്ഥയിലായി കേന്ദ്രവും കേരളവും നടന്ന ചർച്ചയുടെ അവസാനം കേന്ദ്രം പറഞ്ഞു ഇത്രയും തുക വായ്പ എടുക്കാൻ അനുവദിക്കാം, പക്ഷേ കേസ് പിൻവലിക്കണം അത്ര. അത് പറ്റില്ല എന്ന് കേരളം തീർത്തു പറഞ്ഞു. ഇനിയാണ് ട്വിസ്റ്റ്. സമവായ യോഗം അവസാനിക്കും മുമ്പ് കേരളം യോഗത്തിൻ്റെ മിനിറ്റ്സ് ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ അത് നൽകി. അതിൽ നേരത്തെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും കേന്ദ്രം സമ്മതിച്ചിരുന്നു. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ കേസ് പിൻവലിക്കണം എന്നുകൂടി പറഞ്ഞിരുന്നു. അത് മിനിറ്റ്സിലുണ്ടായിരുന്നു. ഇതാണ് സുപ്രീം കോടതിയിൽ ട്വിസ്റ്റായിട്ട് മാറിയത്. സുപ്രീം കോടതി അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് കേസിന് പോകാം എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് കീഴ്പ്പെട്ട് നിന്നില്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കുമെന്നുള്ള കേന്ദ്രത്തിൻ്റെ കുണ്ടാമണ്ടിക്ക് മുമ്പിലാണ് കേരളം നെഞ്ചു വിരിച്ചു നിന്ന് നേരിട്ടതും വിജയിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 18 വാഴകൾ മോദി സർക്കാരിനോട് പാർലമെന്റിൽ ചോദിക്കാൻ പേടിച്ച് മുട്ടിടിച്ച് മൂത്രമൊഴിച്ച് നിന്നിടത്ത് കേരളം അന്തസ്സോടുകൂടി പൊരുതി തങ്ങളുടെ അവകാശം നേടിയെടുത്തിട്ടുണ്ട്. ഇതാണ് നട്ടലുള്ള സർക്കാർ.